ഇത് ക്ലീൻ വണ്ടിയാണ്. ഇത് എന്താ വില വരുന്നത്? ഇത് 2.15 കൊടുക്കാം. 2.15. ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2001 വണ്ടി അല്ലേ? 2001 ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജീപ്പിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഹവില എന്നൊക്കെ പറഞ്ഞ കണക്കിനാണ്. അത് എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള റേറ്റാണ് പറയാം. നിങ്ങൾക്ക് താല്പര്യം വരിക, നെഗോഷിയേറ്റ് ചെയ്യുക, എടുക്കുക അല്ലേ? നിങ്ങൾ വന്നോളൂ, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. അതെ അതെ അതെ. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കൊടുത്തില്ല ആരും പറയരുത്. എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.45. 1.45 അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാല് മറ്റേ 2012 അൾട്ടോയ്ക്ക് കൊടുക്കണ്ടേ പൈസ? 2013 മോഡലുണ്ട്. 13 മോഡലുണ്ട്. 2013 1.45 ഡീസലാണോ ഇത്? ഡീസൽ VDI ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പുതിയ പേപ്പർ എടുത്താണ്. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് റിന്യൂവൽ എടുത്തു. മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഇൻഡിക്കയിലൊക്കെ കാണിച്ച സെയിം സാധനം, അത് സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം സാധനം അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.85. 1.85. 1,85,000 രൂപയ്ക്ക് 2011 വണ്ടി നിങ്ങൾക്ക്. ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. ഒരു 4 ലക്ഷം 5 ലക്ഷത്തിന് മേലേക്കുള്ള ഒരു വണ്ടികൾ ഇവിടെ ഇല്ല. ഏകദേശം ഒരു 60,000 രൂപ മുതൽ 5 ലക്ഷം രൂപേൻ്റെ ഉള്ളിലാണ് ഇവിടെയുള്ള വണ്ടികളുടെ എല്ലാം വില വരുന്നത്. എല്ലാം നമ്മുടെ എല്ലാവർക്കും ഉപകാരമുള്ള, എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാൻഡിൻ്റെ വണ്ടികളുമാണ്. അതായത് മാരുതി, ഹുണ്ടായി അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലുള്ളത്. ഞാനെന്നുള്ളത് നമ്മുടെ V4 യൂസ്ഡ് കാർസിലാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറയൂർ സ്കൂൾ പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ വരുമ്പോൾ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ തന്നെയാണ് ഇവരുടെ ഷോറൂമും സ്ഥിതി ചെയ്യുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ കയ്യിലേക്ക് ആ വീഡിയോ ഒന്ന് എത്തിക്കോട്ടെ, എന്നാലേ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ V4 യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടികളാണ് കൂടുതലും അല്ലേ? ഏകദേശം ഒരു 4-5 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ ഈ ഒരു ഷോറൂമിൽ കുറച്ചധികം എന്താ പറയുക കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോറൂമുണ്ട്, അവിടെ കുറച്ച് കൊമേഴ്ഷ്യൽ വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഷക്കീർക്കാണ്. ഷക്കീർക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഇൻഡിക്ക എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? അതെ, ഓക്കെ. ഇൻഡിക്ക ഏതാ മോഡലൊക്കെ? ഇത് 2013 മോഡൽ, 14 രജിസ്റ്റർ, ഇൻഡിക്ക വിസ്റ്റ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ലേ? അതായത് 13 മോഡൽ എന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റ് വരും അല്ലേ? അതെ. പിന്നെ വൈറ്റ് കളറും കൂടിയാണ്. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഇതിൽ കാണുന്നില്ല. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എന്തെങ്കിലും മാറിയിട്ടുണ്ട്? ഫ്രണ്ട് ഗ്ലാസ് മാറി. ഫ്രണ്ട് ഗ്ലാസ് നമ്മളത് പൊട്ടി തന്നെയാണ് മാറി. അതെ അല്ലേ? ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 1.48 ഓടിയുണ്ട്. 1.48. പിന്നെ നല്ല മൈലേജ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് തന്നെ വേറെ സ്വിഫ്റ്റ് ഇഞ്ചൻ തന്നെയല്ലേ? ഇഞ്ചൻ സെയിം ആണ്. പിന്നെ ബോഡി വൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ സ്വിഫ്റ്റിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അതും സ്വിഫ്റ്റിനേക്കാളും വിലയും കുറച്ചെടുക്കാം. അതെ. 2013 സ്വിഫ്റ്റ് ആണ്. എങ്ങനെ ചുരുങ്ങിയത് ഒരു 3 റുപ്യ കൊടുക്കണം. ഇതാവുമ്പോൾ നമുക്ക് 2 റുപ്യേന്റെ താഴെ വരും. ഇതിപ്പോ എത്ര വരും നമുക്ക്? ഇത് നമുക്കൊരു 1.80 കൊടുക്കാം. 1.80. പക്ഷേ ഇത് 1.80 വലിയ നഷ്ടമൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം അത്ര നീറ്റ് വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി വൈസ് ഒന്നും യാതൊരു കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളും എഞ്ചിൻ വൈസൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ നമ്പർ ഞാൻ വീഡിയോൻ്റെ മേൽഭാഗത്ത് കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2013 മോഡൽ ഇറ പ്ലസ് ഇയോണ. 13 ഇറ പ്ലസ്. അപ്പോൾ ഇൻഡിക്കേണ്ട ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ലോൺ കയറും അതിൽ? ലോൺ ശ്രീരാമ കയറും അല്ലേ? പിന്നെ പ്രൊഫൈലിനനുസരിച്ചാണ്, അതിനനുസരിച്ച് ആളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ഇപ്പോൾ ഇയോണും 2013 മോഡൽ. എത്ര ഓടിയുണ്ട്? ഇത് 90 സംതിങ് ഓടിയുണ്ട്. 90 സംതിങ് അല്ലേ? ജെനുവിൻ ആയിരിക്കും കിലോമീറ്റർ? അതന്നെ ആകാൻ ചാൻസ് ഉണ്ട്. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് വേറെ കാര്യമായ 13 വണ്ടി എന്താകുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നില്ല, ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതായത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരുന്ന വണ്ടി ആകുമ്പോൾ ഒരിക്കലും ഷോറൂം കണ്ടീഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വരിക, മാക്സിമം ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? പവർ വിൻഡോസും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.45. 1.45 അല്ലേ? ശരിക്കും പറഞ്ഞാല് മറ്റേ 2012 അൾട്ടോയ്ക്ക് കൊടുക്കണ്ടേ പൈസ? 2013 മോഡലുണ്ട്. 13 മോഡലുണ്ട്. 2013 1.45. ഈ പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? അതെ, മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഞാൻ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ലോൺ കയറും നമുക്ക്? ഇതിൽ 1 ലക്ഷം രൂപയുടെ മേലെ ലോൺ കയറും അല്ലേ? 13 വണ്ടി വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ, ഒരു 10-30,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ റിറ്റ്സ് ആണെങ്കിലോ 2013 മോഡല്. ഇതും 13 ആണ്. മൂന്നാമത്തെ 13 വണ്ടിയാണ് കേട്ടോ. ഡീസലാണോ ഇത്? ഡീസൽ VDI. എത്ര ഓടിയുണ്ട്? ഇത് 1.40 ഓടിയുണ്ട്. 1.40 അല്ലേ? ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഉണ്ടോ? ഇല്ല, മേജർ അങ്ങനെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്? ഇല്ല, മെയിൻ ഗ്ലാസ് മാറിയില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ല. കാര്യമായി ഇടിയൊന്നും വന്നിട്ടില്ല എന്നർത്ഥം. കമ്പനി വന്ന ആ ഒരു സീറ്റിംഗ് സാധനങ്ങളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റാണ്. പിന്നെ ഇത് നമുക്ക് എന്തൊക്കെയാണ് പ്രൈസ് വരുന്നത്?
ഇത് 325. 325 2013 വണ്ടി അല്ലേ? 3,25,000 രൂപ നെഗോഷ്യബിൾ ആവൂല നമുക്ക്? അതെ അതെ മാക്സിമം കുറച്ച് കൊടുക്കണ്ടോ? ഓക്കെ. പിന്നെ നിങ്ങൾ പറയുക വണ്ടി നല്ലോണം ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് തരും. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് ലോൺ എത്ര കയറും? ഇതിൽ ഒരു 2-2.25 വരെ അത്രയൊക്കെ കയറും അല്ലേ? അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം 10,50,000 റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റും, ഇറക്കി കൊണ്ടുപോകും അല്ലേ? പിന്നെ ഒരു പഴയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്. ഇതോ 2008 മോഡൽ 9 രജിസ്റ്റർ. 8 മോഡൽ 9 രജിസ്ട്രേഷൻ. എത്ര ഓട്ടോ ഒക്കെ? 168 അങ്ങനെ. എന്തായാലും അത്യാവശ്യം നല്ലോണം ഓടുമല്ലേ? പേപ്പർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, പുതിയ പേപ്പർ എടുത്താണ്. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് റിന്യൂവൽ എടുത്തു. മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് 2 ഗ്ലാസ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇന്റീരിയർ നല്ല വൃത്തിയാട്ടോ, നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ വരും അല്ലേ? ഇതിലും ടയർ ഏകദേശം ഒരു 80% ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുവിധം വണ്ടിക്കൊക്കെ നല്ല കട്ട ടയർ ഉണ്ട്. എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ മേലെ വേറൊരു പൈസ മുടക്കണ്ട, പിന്നെ ഒന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. ഇതെത്ര വരും? ഇതാകുമ്പോൾ 185, 185 അല്ലേ? 2008 മോഡൽ 9 രജിസ്ട്രേഷൻ. ഓക്കെ. 1,55,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരും. സൈഡ് ലോണൊക്കെ കയറുമായിരിക്കും അല്ലേ? സൈഡ് കയറും. ഒരു 1-1.25 വരെ നമ്മളൊരു 10-20 കിലോമീറ്റർ ലൊക്കേഷനിൽ വരുന്ന ആൾക്കാണെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോട്ടെ. ഒരിക്കലും ഞാനത് എടുത്തോളാൻ പറയില്ല, കാരണം സൈഡ് ലോൺ മാക്സിമം എടുക്കാതിരിക്കുക. നല്ല കിടിലൻ ബോഡി ക്വാളിറ്റി ഉള്ള നമ്മുടെ ഫിയറ്റിന്റെ ലീനിയാണ് കേട്ടോ. അതായത് ഇത് ഏതൊക്കെ മോഡൽ? 2015 മോഡൽ. 15 മോഡൽ ഉണ്ടല്ലേ? ഓ, ഇത് പിന്നെ നമ്മുടെ ക്വാർട്ടർ എഞ്ചിൻ വരുന്ന സെയിം ഡീസൽ വണ്ടി കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഇൻഡിക്കയിലൊക്കെ കാണിച്ച സെയിം സാധനം, അത് സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം സാധനം അല്ലേ? ഇത് എത്ര ഓടിയുണ്ട്? ഇത് 1.10 താഴെ, 1.10 ഉള്ളിലുള്ളൂ അല്ലേ? അത് ജെനുവിൻ ആയിരിക്കുമോ? സാധ്യത നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഹിസ്റ്ററി ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അതിന്റെ ജെനുവിനിറ്റി നമ്മൾ പറയുന്നില്ല. ഇന്റീരിയർ മോശമൊന്നുമില്ല, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവിധ സാധനങ്ങളും AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ ഒക്കെ വരും അല്ലേ? അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 70% മുകളിലുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല, കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ? ക്ലീൻ വണ്ടിയാണോ? നല്ല വൃത്തിയുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 2 രൂപ വെക്കുന്നത് ചെറിയ മാറ്റമൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? 2 ലക്ഷം രൂപയാണ്. അതായത് 2015 നിങ്ങൾ 2015 സ്വിഫ്റ്റിന്റെ വിലയും അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളുടെ വിലയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എഞ്ചിൻ സെയിം ആണ്, സ്വിഫ്റ്റിന്റെ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ ഇവരാണ് ഇഞ്ചും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തത്. അതായത് ഇൻഡിക്കയ്ക്കും സ്വിഫ്റ്റിനും ഒക്കെ ഫിയറ്റിന്റെ എഞ്ചിനാണ് പോയിക്കൊണ്ടിരുന്നത്. ക്വാർട്ടർ അല്ലേ? നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കിക്കോ. 2 ലക്ഷം രൂപ ഉള്ളിൽ തരും. അതുപോലെ തന്നെ പോളോ 2011 മോഡൽ. 11 ഡീസലാണോ? ഡീസൽ അല്ലേ? ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് 1.27 സംതിങ് അല്ലേ? അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടെ. കിലോമീറ്റർ നമുക്ക് ഹിസ്റ്ററി എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല അല്ലേ? മോഡൽ പറഞ്ഞ വണ്ടിയാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യില്ല. ഒരു വണ്ടിയുടെ ക്വാളിറ്റിക്ക് റേറ്റ് അല്ലേ? അതെ. എന്തെങ്കിലും കാര്യമായ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് ബേസ് ആണോ അതോ? ഇത് ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ വിൻഡോയെ വരുള്ളൂ. കംഫർട്ട് ലൈൻ ആണല്ലേ? ഓക്കെ. പക്ഷെ അലോയ് വീൽ ചെയ്തിട്ടുണ്ടല്ലോ. അലവിലുണ്ട്. ഇതിലും ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമൊന്നുമില്ല. കമ്പനി വീൽ തന്നെ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ. പിന്നെ വേറെ അപാകതകൾ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട് വേറെ ഒന്നുമില്ല. എഞ്ചിൻ വൈസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. എഞ്ചിന് കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ചെക്ക് ചെയ്യാം. അതെ. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.85. 1.85. അതെ. 1,85,000 രൂപയ്ക്ക് 2011 വണ്ടി നിങ്ങൾക്ക് കിട്ടും. വെറും 1.85 പോളോയാണ് കിട്ടുന്നത്. എഞ്ചിൻ വൈസ് നല്ലോണം ചെക്ക് ചെയ്തോളാം. ബോഡി വൈസ് കാര്യമായ പ്രശ്നങ്ങളൊന്നും വേറെ കാണാനില്ല. അതുകൊണ്ട് എഞ്ചിൻ വൈസ് കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഒരു പോളോയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേക്കാ? അതെ. ഇതേതാ? ഇത് 2012 മോഡൽ. 12 ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 85,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഡോക്ടർ യൂസ് ചെയ്താണ്. സ്റ്റിക്കർ നമ്മൾ ഇട്ടല്ലോ കേട്ടോ. സ്റ്റിക്കർ കമ്പനി നമുക്ക് വരുമ്പോൾ ഉള്ളതാണ് അല്ലേ? ഓക്കെ. ഡോക്ടർ യൂസ് ആണ്. ഫസ്റ്റ് ഓണറും സെക്കൻഡ് ഓണറും ഡോക്ടറിനെ ഉപയോഗിച്ച്. അതെ അല്ലേ? ഇതിപ്പോ സെക്കൻഡ് ഓണറിലുള്ള 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിനാ? അതെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ഒരു റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ഇതിനും സെപ്പറേറ്റ് അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും മോശമൊന്നുമില്ല. ഇത് ഡീസൽ തന്നെയാണ് അല്ലേ? അതെ, ഡീസൽ. 1.5 ആണോ വരുന്നത്? അതെ. 1.5 ഡീസലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതാവുമ്പോൾ നമുക്കൊരു 2.75 കൊടുക്കാം. 2.75. 2012 വണ്ടി, ലോ കിലോമീറ്റർ ആണ്. ചെക്ക് ചെയ്തോളൂ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2,85,000 രൂപ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 50,000 to 70 ആ റേഞ്ചിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. ലോണിന്റെ കാര്യം പഴയ വണ്ടികളാകുമ്പോൾ മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന പഴയ ഷേപ്പിലുള്ള നല്ല റെഡ് കളറിലുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം. ഇത് ഏതൊക്കെ മോഡല്? 2010 മോഡലുണ്ട്. 10 ആണല്ലേ? അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. ബോഡി വൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കാര്യമായ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ഇത് ഓട്ടോ എത്രയാ? ഇത് ഓട്ടോ 1 മേലെ ഓടിയുണ്ട്. 1 മേലെ ഓടിയുണ്ട്. പെട്രോൾ വണ്ടിയാണ്. അതും ഹുണ്ടായിന്റെ വണ്ടി വലിയ പ്രശ്നം വരാനില്ല പെട്രോൾ ആയതുകൊണ്ട്.
ഇന്റീരിയറും വലിയ മോശമൊന്നുമില്ല, നല്ല ക്ലീൻ ആണ്. ഇത് ഫോട്ടോ വിൻഡോ ഒക്കെ വരില്ലേ? ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1,35,000, 1,35,000. 1,35,000 കിട്ടും കേട്ടോ. 2010 മോഡൽ. അതായത് നിങ്ങളൊരു അൾട്ടോ ഒക്കെ 2010 എടുക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കൊള്ളാവുന്ന ബോഡി ക്വാളിറ്റി ഉള്ള വലിയൊരു വണ്ടി കിട്ടും. 1.2 അല്ലേ? അതെ അതെ, 1.2 പെട്രോളാണ്. ഇതും ലോണൊക്കെ കയറും, പക്ഷെ അത് നിങ്ങൾ വന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത്. വേറെ ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ക്ലീൻ വണ്ടി. മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുക്കൂലേ? കുറച്ചാണ് പറഞ്ഞത്, ഇനി നമുക്ക് എന്താ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാക്സിമം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കൊടുക്കണം. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഒരു അൾട്ടോ കാണിച്ചു കൊടുത്താൽ ഇത് പുതിയ വണ്ടിയാന്ന് തോന്നുന്നല്ലോ. 2017 മോഡൽ വണ്ടി. 17 ബാക്കിൽ 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് 24,000 ഓടിയുള്ളൂ. 24,000. ഫസ്റ്റ് ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, എല്ലാ സാധനവും എല്ലാ ഭാഗവും അടിപൊളി. പിന്നെ വേറെ അപാകതകളായിട്ട് എന്തെങ്കിലും പറയാനില്ല? അപാകത ഒന്നുമില്ല. ഒരു റീപ്ലേസ്, ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ആ വണ്ടീന്റെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സാധാരണക്കാരുടെ മെയിൻ സാധനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ ഒരു കാർ ഉപയോഗിക്കാം. പിന്നെ അൾട്ടോയില് നല്ല ഡിമാൻഡ് ഉള്ള ഒരു കളറും കൂടെ. അതെ, അത് ഗ്രേ കളറും കൂടിയാണ്. എന്തായാലും വൃത്തിയുള്ള വണ്ടി, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് 2,65,000. ലോ കിലോമീറ്റർ ഓടിയ അൾട്ടോ 2,65,000 രൂപ. നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരും. ലോൺ ഒരു 2 മേലെ എന്തായാലും കയറും. 2,400, 2,30 ലോൺ കയറും അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 10-30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അൾട്ടോ കൊണ്ടുപോകാം. വണ്ടികൾ ചറപറാന പോകുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ദയവായി ക്ഷമിക്കണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് ഡിസയർ 2015 മോഡല്. ZDI ആണ്. ഓക്കെ, 15 ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസയർ ആണ് ഇത്. ബട്ടൺ സ്റ്റാർട്ട് വരും, 2 എയർ ബാഗും വരും അല്ലേ? അതായത് കീല സെൻട്രി, ബട്ടൺ സ്റ്റാർട്ട് അടക്കമുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഓട്ടോ എത്രയൊക്കെ? 1,700. 1,07,000. പിന്നെ ഇതൊക്കെ ഇവന് ഹിസ്റ്ററി ധൈര്യമായിട്ട് കിട്ടും. മാരുതിന്റെ വണ്ടി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വേറെ ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതാവുമ്പോ 4,40,000. 2015 ഡീസൽ ഡിസയർ ആണ് കേട്ടോ. 4,40,000 രൂപ. ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ്. ഒരു 3,000 മേലെ ലോൺ കയറുമോ? 4 രൂപയുടെ അടുത്ത ലോൺ. 4 രൂപ കയറും അല്ലേ? 15 വണ്ടിയല്ലേ? 15 അപ്പോൾ പിന്നെ നിങ്ങൾ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 40,000 രൂപേൻ്റെ ഉള്ളിൽ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു വെള്ള കളറുള്ള അൾട്ടോ 800 കൂടി കിടക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2016 മോഡൽ, 17 റേസർ, സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. 16-17 സിംഗിൾ ഓണർ. അതെ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. പമ്പർ കാര്യങ്ങൾ ചെറുതായിട്ടും ടച്ച് ചെയ്യാണ്ട്, വിഷയങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിനനുസരിച്ചുള്ള ഒരു വിലയ്ക്ക് നമുക്ക് കൊടുത്തൂടെ? അതെ. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ് അല്ലേ? ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ബമ്പർ സൈഡിലെ ടച്ചപ്പ് ഒക്കെ സാധാരണയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലോടുന്ന വണ്ടിയാണല്ലോ. മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഇത് 74,000 ഓടിയുണ്ട്. 74. അതൊക്കെ ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? കറക്റ്റാണ്. ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 2,45 കൊടുക്കാം. 2,45. ഓക്കെ, 2,45,000 രൂപയ്ക്ക് 2016-17 അൾട്ടോ കിട്ടും. ക്ലീൻ വണ്ടിയാണ്. കാര്യമായ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. ലോൺ കയറുമല്ലോ അല്ലേ? എത്ര വരെ കിട്ടും? 2 ലക്ഷം രൂപയുടെ മേലെ ലോൺ ആവും. സുഖമായിട്ട് കിട്ടും അല്ലേ? ഇനി ഒരു സാധാ അൾട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇത് ഏതാ മോഡലിക്കാ? ഇത് 2012 മോഡൽ. 12 ആണ്. അതെ. ഓക്കെ, മോഡൽ കൂടിയാൽ അതായത് ഈ മോഡലിൽ വന്ന ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഇതിന് ശേഷമാണ് ശരിക്കും അത് വന്നത്. ഇത് ഓട്ടോ ഒക്കെ പറയണോ? ഓട്ടോ 1ന്റെ താഴെ വഴി കാണുന്നു. അതിൽ 1ന്റെ താഴെ അല്ലേ? ജെനുവിൻ ആണോ എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല. വണ്ടീൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെക്ക് ചെയ്തെടുത്തോളാം. പക്ഷേ ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. കാര്യമായ ടച്ചപ്പ് ഒന്നുമില്ല കേട്ടോ. ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമില്ലാത്ത ടയർ ഉണ്ട്. ഇത് നമുക്ക് എന്താ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല അല്ലേ? ഇത് നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5. 2012 വണ്ടിയാണ്. 1.5 ലക്ഷം രൂപ. അത് കുറയൂലേ? ചെറിയ മാറ്റം ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. വണ്ടി ക്ലീൻ ആണ്. അതാണ് മെയിനായിട്ട് റേറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി. റേറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ. 1.5 ലക്ഷം രൂപയ്ക്ക് 2012 വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ. 10 ആണ്. അതെ. 10 എത്ര ഓട്ടോ ഒന്നിൻ്റെ ഉള്ളിലൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ? മേലെ ഓടിയിട്ടുണ്ട്. മേജർ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയുണ്ട്. വേറെ അധികം വേറെ ഒന്നുമില്ല. ബോണ്ടൊന്നും മാറിയില്ലല്ലോ? ഇല്ല, ബോണ്ടൊന്നും മാറിയില്ല. അതുപോലെ തന്നെ കാര്യമായ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വൃത്തിയുണ്ട്. ടച്ചപ്പോ കാര്യങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല. ഇന്റീരിയർ ആണെങ്കിൽ സീറ്റ് കവർ ഓക്കെ ആണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. പവർ സ്റ്റിയറിംഗും AC വരും അല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. അതെ. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് 1,20. 1,20. അതെ. 1,20,000 രൂപയ്ക്ക് 2010 വണ്ടി കിട്ടും. അത് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറെ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടി. ഇതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു
10,40,000 50,000 രൂപയൊക്കെ കയ്യിൽ വെച്ച് വരികയാണെങ്കിൽ ഇറക്കിക്കൂടെ? അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ, 1,20,000 രൂപയ്ക്ക് 2010 വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബൊലേറോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2012 മോഡൽ. 12 ആണ്. XLS അല്ലേ? മിഡിൽ ഓപ്ഷൻ അല്ലേ വരിക? അതെ. വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇല്ല, ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. ബോഡി വൈസ് യാതൊരു കുഴപ്പമില്ല. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. പിന്നെ 12 ആണെങ്കിലും 12-നേക്കാൾ വൃത്തിയുണ്ടല്ലേ? വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇത് പിന്നെ മൈലേജ് ഒക്കെ എന്ത് ഒരു 15 പ്രതീക്ഷ? 15 എല്ലാം കിട്ടും. ബാക്കി ഓവറോൾ വണ്ടി നല്ല കണ്ടീഷനാണ് കേട്ടോ. പിന്നെ എത്ര ഓടിയുണ്ട്? 1:32 42 അങ്ങനെ ഓടിയിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒരു 1:32-42 റേഞ്ചിലൊക്കെയാണ് ഓടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്തോളൂ. ഹിസ്റ്ററി കിട്ടുമോ? ഇഷ്ടം കിട്ടുമല്ലോ, കിട്ടും അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 4 രൂപ ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ. 12 വണ്ടിയാണ്. നിങ്ങൾ വന്നോളൂ, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. അതെ. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കൊടുത്തില്ല എന്ന് ആരും പറയരുത്. ഓക്കെ, എന്തായാലും മാക്സിമം റേറ്റ് കുറച്ച് തരും കേട്ടോ. ബൊലേറോ ആർക്കെങ്കിലും വേണമെന്ന് നോക്കിക്കോ. ഇനി സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ജീപ്പ്. അതെ. ഇത് ഏതാ മോഡലും? 2001 മോഡൽ MDI വലിച്ചോഫ് വണ്ടി. എന്തൊരു വണ്ടിയാ? MDI അല്ലേ? 4 ഗിയറാണോ 5 ഗിയറാണോ? 5 ഗിയർ വണ്ടി വരും അല്ലേ? അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു 50-60% പ്രതീക്ഷ മതി. പിന്നെ ഇന്റീരിയറൊക്കെ അവർ സീറ്റുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോഡി വുഡും കാര്യങ്ങളൊന്നും മോശമില്ല. ഇതിന്റെ കാര്യമായ കിലോമീറ്റർ റീപ്ലേസ്മെന്റോ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നതിലൊരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കി വണ്ടീന്റെ ക്വാളിറ്റി വെച്ചിട്ട് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സ്റ്റാർട്ടിംഗ് ഒക്കെ ഓക്കെ അല്ലേ? എന്താ റേറ്റ് വരുന്നത്? ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2001 വണ്ടി അല്ലേ? 2001 ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജീപ്പിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഹവില എന്നൊക്കെ പറഞ്ഞ കണക്കിലാണ്. അത് എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള റേറ്റ് ആണ് പറയാം. നിങ്ങൾക്ക് താല്പര്യം വരിക, നെഗോഷിയേറ്റ് ചെയ്യുക, എടുക്കുക അല്ലേ? അത്രേ ഉള്ളൂ. ജീപ്പിന്റെ കാര്യം അത്രേ ഉള്ളൂ. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈക്കോ എന്ന് പറയുന്നത്. മാരുതിയുടെ വണ്ടിയാണ്. കാര്യമായ പ്രശ്നമില്ല. നമ്മുടെ ഒമിനിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 5 സീറ്റർ AC ആണോ? 5 സീറ്റർ AC. ഏതാ മോഡല്? 2011 മോഡൽ. 11 മോഡലാണ്. മെയിൻ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. മേജർ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലെ? ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്, ബാക്കിൽ ഒരു 70% ഉണ്ട്. ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട്. ഇത് 5 സീറ്റർ AC എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എന്താ വെയിലും ചൂടൊന്നും ഇല്ലാണ്ട് പോവാം. മൈലേജ് ഒരു 13-14 പ്രതീക്ഷ മതി. 15ന്റെ അകത്ത് പ്രതീക്ഷ മതി അല്ലേ? പിന്നെ എന്താ പറയുക, അത്യാവശ്യം ആർക്കെങ്കിലും വാൻ ലൈഫൊക്കെ ചെയ്യണമെങ്കിലും വലിയ വിലയില്ലാണ്ടൊരു വണ്ടി എടുക്കാം. 11 മോഡൽ എത്ര ഓടിയിട്ടുണ്ട്? ഫോട്ടോ 1ന്റെ മേലെ ഓടിയിട്ടുണ്ട് അല്ലേ? ഇത് മിസ്റ്ററി ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.75. 1,75,000 രൂപയ്ക്ക് 2011 വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത്യാവശ്യം കാണുമ്പോൾ ക്ലീൻ ആണ്. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഒരു അൾട്ടോയും കൂടി ഉണ്ടല്ലോ. അതെ, 2009 മോഡൽ 9 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 9 മോഡൽ 10 രജിസ്ട്രേഷൻ അല്ലേ? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, മെയിൻ ക്ലാസ് മാറിയിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നിന് പുറത്ത് ഓടി ഉണ്ടാവില്ലേ? കിലോമീറ്റർ നമ്മൾ അത്ര ഉറപ്പൊന്നും പറയുന്നില്ല, കാരണം ഹിസ്റ്ററി ഒന്നും കിട്ടിക്കോണമെന്നില്ല. മോഡൽ കുറഞ്ഞ വണ്ടിയല്ല. സീറ്റുകാരും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് വരില്ല? AC പവർ സ്റ്റിയറിംഗ് LXI അല്ലേ? ഇന്റീരിയർ ഞാൻ പറഞ്ഞല്ലോ നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് എടുത്തോളൂ. എന്താ പ്രൈസ് വരുന്നത്? 9. ഇത് 1.10. 1,10,000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ. ലോണും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസുകൾ കയറും. അത് നിങ്ങളോട് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം പലിശയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും നല്ല അടിപൊളി വാഗണർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ മോഡൽ? 2010 മോഡൽ. 10 ആണ് അല്ലേ? ഇത് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. LXI വേരിയന്റ് വരും. LXI ആണല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ വരും. പിന്നെ വേറെ ബാക്ക് വൈപ്പറും മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയുണ്ട് വണ്ടി കാണാൻ ഓവറോള്. ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓട്ടോ. 1 ലക്ഷം ഓടി അല്ലേ? നമുക്ക് ഹിസ്റ്ററി നോക്കണോ? ഹിസ്റ്ററി കറക്റ്റ് തന്നെ ഉണ്ടാവും അല്ലേ? പിന്നെ കാര്യമായ വേറെ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഇന്ത്യയിൽ ഒരു പ്രശ്നമില്ല, നല്ല ക്ലീനാണ്. ടയർ ഭാഗങ്ങൾ ഒരു 60% കൂട്ടിയത്. അത്ര ടോപ്പ് ടയർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 60% ഉണ്ട്. കാര്യമായ വേറെ ഒരു കുഴപ്പമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.95. 1.95 കുറയൂലേ? കുറച്ചാണ് പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ചെയ്യാം അല്ലേ? 2010 മോഡലാണ് 1.95 പറയുന്നത്. ന്യൂ ഷേപ്പാണ്, വേറെ ഒരു കുഴപ്പമില്ല. ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടി. ലോൺ എത്ര കയറും? ലോണ് സൈഡ് ലോണേ കയറുള്ളൂ. ഒരു 1-1.25 കയറുമായിരിക്കും അല്ലേ? 1.25. അത് ഞാൻ വീണ്ടും പറയുന്നു, വേണമെങ്കിൽ മാത്രം എടുക്കുക. ഇനി ഈ പഴയ ഷേപ്പിലുള്ള അൾട്ടോ ആണെങ്കിൽ അതും പഴയ മോഡൽ 2010 മോഡൽ 10 തന്നെയാണ് അല്ലേ? അത് രണ്ടും ഒരേ മോഡലാണ്, പക്ഷേ ഷേപ്പ് മാറി വന്ന വണ്ടികളാണ്. പക്ഷെ ഇതും മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഒക്കെ 10 തന്നെയാണ്. ഇത് ടയർ ലേശം മോശം അല്ലേ? ഫ്രണ്ട് കുറവുണ്ട്. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 ടയർ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറേണ്ടി വരും. പിന്നെ ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ.
പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് വൃത്തിയില്ലേക്കാ? അതെ അതെ അതെ. വേറെ എന്തെങ്കിലും റേറ്റ് ഉള്ളൂ, ആവറേജ് റേറ്റ് ഉള്ളൂ. എന്തെങ്കിലും അപാകത വേറെ ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് അങ്ങനെ ഒന്നും. അതിന്റെ കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊന്നും കറക്റ്റ് ഹിസ്റ്ററി ഒന്നും കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഇതിൽ കാണിക്കുന്ന ചാൻസ്. ഏകദേശം കറക്റ്റ് ആണോ? പെർഫോമൻസ് കണ്ടിട്ട് വലിയൊരു കുഴപ്പമില്ല അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതാവുമ്പോൾ നമുക്ക് ഒരു 1.55 കൊടുക്കാം. 1,55,000. അതെ അതെ. അൾട്ടോന്റെ പൈസക്ക് നിങ്ങൾക്ക് ഇതാ 2010 വാഗണർ കിട്ടും. ഇത്രയും വലിയ വണ്ടി, ക്ലീൻ വണ്ടിയാണ്, ഓവറോൾ ക്ലീൻ വണ്ടിയാണ്. ബാക്കിയുള്ള നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 1,50,000 അല്ലേ? 55 50,000 അങ്ങനെ 50 റേഞ്ചിൽ പോയിക്കോട്ടെ. ഓക്കെ, എന്തായാലും ലോണും ഈ പറഞ്ഞ പോലെ സേർട്ടും കയറുള്ളൂ. ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇനി വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടി നാനോ, ഇതേതൊക്കെ മോഡൽ? ഇത് 2012 മോഡലുണ്ട്. 12 ആണല്ലേ? 2012 മോഡൽ നാനോ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടുണ്ട്. മാറിയിട്ടില്ലല്ലോ? ഇല്ല, മാറിയിട്ടില്ല. ഇല്ല കേട്ടോ, മാറിയിട്ടില്ല. 2012 ഗ്ലാസ് സെയിം ആണ്, പക്ഷെ ചെറിയൊരു പൊട്ട റൈറ്റ് സൈഡ് കോർണറിലുണ്ട്. പിന്നെ ബോഡി വൈസ് ഓവറോൾ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതായത് കൊടുക്കുന്ന വിലയ്ക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ക്ലീൻ വണ്ടിയാണ്. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് 60 രൂപ. 60,000 രൂപ. 60,000 രൂപയ്ക്ക് 2012 വണ്ടി അല്ലേ? അതെ അതെ, 12 മോഡൽ. ഓക്കെ, ഒരു മഴയൊന്നും കൊള്ളാണ്ട് ബൈക്കിന് പകരം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പെട്രോൾ വണ്ടിയിൽ മൈലേജ് കൂടുതലുള്ള വണ്ടി 20 എന്തായാലും കിട്ടും. 20 കിട്ടും. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നാനോ ആണ്, അത്യാവശ്യം വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 12 മോഡലും ഉണ്ട്. വെറും 60,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് കേട്ടോ, മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ V4 യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ. അവസാനത്തെ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഗണറാണ്. വാഗണർ ഏതൊക്കെ മോഡൽ? 2010 മോഡൽ. 10 തന്നെയാണ്. മൂന്നാമത്തെ 10 വണ്ടി. അതെ അതെ, ഇത് നല്ല വൃത്തിയുള്ള 10 ആണ് കേട്ടോ. ഫ്രണ്ട് എന്നൊക്കെ ആണെങ്കിലും വേറൊരു കുഴപ്പമില്ല. കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ 4 ടയറും ഫുള്ള. 90% ടയർ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയാണ്. VXI ആണല്ലോ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. മിറർ ഫോൾഡിങ് ഒഴികെ എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് വേറെ വരും. അതായത് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും, പക്ഷെ ഫോൾഡിങ് വരില്ല. ബാക്ക് വൈപ്പർ, 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, എല്ലാവിധ സാധനങ്ങളും വരും. ഇന്റീരിയർ നല്ല നീറ്റാണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 80 സംതിങ് ഓടിയിട്ടുള്ളൂ. ജെനുവിനാണോ? 99% ജെനുവിനാണ് അല്ലേ? ഓക്കെ, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. വാഗണർ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ 10 മോഡലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് ക്ലീൻ വണ്ടിയാണ്. ഇത് എന്താ വില വരുന്നത്? ഇത് 2.15 കൊടുക്കാം. 2.15. അതെന്തായാലും കുറവില്ല. നിങ്ങൾ എന്തും ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് പ്രത്യേക ഓഫർ ഉണ്ടാവും. അത് നമ്മുടെ വീഡിയോ കണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. 2,15,000 മാസ്കിങ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ തരും കേട്ടോ. പിന്നെ ലോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബാങ്ക് ലോണുകളൊന്നും കിട്ടില്ല. പ്രൈവറ്റ് ഫിനാൻസുകളും പാടാണ് അല്ലേ? പ്രൈവറ്റ് കിട്ടോ? ശ്രീറാം കിട്ടും. ശ്രീറാമിൽ ചിലപ്പോൾ കിട്ടാറുണ്ട് അല്ലേ? പിന്നെ ട്രാക്കിനനുസരിച്ചാണ് അവർക്ക് ട്രാക്കുള്ള പാർട്ടിയാണെങ്കിൽ 2010 മുതൽ അവർ കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തോളൂ. ഇതെന്തായാലും 2.15 എന്തായാലും നഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്രയും ക്ലീൻ വണ്ടിയാണ്. എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളിൽ എല്ലാം ലോ ബഡ്ജറ്റ് തന്നെയായിരുന്നു. വലിയ പൈസേൻ്റെ ഒരു വണ്ടികളും ഇല്ല. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ എടുക്കാൻ പറ്റും. മാക്സിമം കുറച്ചും തരും. ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാൻ്റെ നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ലിക്ക. അതുവരെ എല്ലാവർക്കും ടാറ്റ.